സഹാബികളെന്ന് പറഞ്ഞു റസൂലേ മഴയില്ല. നബി ദുആ ചെയ്തു. പലതുമുണ്ട്, പല വിഷയങ്ങളുമുണ്ട്. നബി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നബിയോട് തന്നെയാണ് പറയേണ്ടത്, സംശയമൊന്നുമില്ല. എന്നാൽ നബിയുടെ വഫാത്തിന് ശേഷം സഹാബിമാരാരെങ്കിലും നബിയോട് അങ്ങനെ തേടിയോ? ഒരിക്കലുമില്ല. നബി വഫാത്തായതോടുകൂടി മഴയില്ലാതെ പ്രശ്നം വന്നു, അന്ന് തേടിയോ? തേടിയില്ല. അസുഖം വന്നു, റസൂലെ ശിഫയാക്കണേ പറഞ്ഞോ? പറഞ്ഞില്ല. കടം കൊണ്ട് കുടുങ്ങി, റസൂലെ സഹായിക്കണേ പറഞ്ഞോ? പറഞ്ഞില്ല. ഇപ്പൊ മുസ്ലിയാക്കന്മാര് പറഞ്ഞ എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് വരെ മുഹീദ്ദീൻ ശൈഖിനോട് പറയാം. മംഗലാപുരം സംവാദത്തിൽ എം ടി അബൂബക്കർ ദാരിമി അത് സ്വഹാബത്ത് ചെയ്തില്ല. ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ളയുടെ അൽ അംറു ബിൽ ഇത്തിബാ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നു, വഅന്ന സ്വഹാബ വഖദ് അജ്റബു മറാത്തിൻ വദഹമതുഹും നവാഇബ ബഅദ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന്ന സ്വഹാബ സ്വഹാബിമാർ വഖദ് അജ്റബു മറാത്തിൻ പലപ്പോഴും അവർക്ക് ക്ഷാമമുണ്ടായിട്ടുണ്ട്. വദഹമതുഹും നവാഇബു പല വിപത്തുകളും അവർക്ക് വന്നിട്ടുണ്ട്. ബഅദ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വഫാത്തിന് ശേഷം. ഫഹല്ലാ ജാഉ എന്തേ അവർ വന്നില്ല? വസ്തസ്ഖൗ മഴയെ തേടിയില്ല. വസ്തഗാസു ഇസ്തിഗാസ ചെയ്തില്ല. ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഖബറിൽ വന്നിട്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താറിയോ? ജലാലുദ്ദീൻ സുയൂത്തി അൽ അംറു ബിൽ ഇത്തിബാ എന്ന കിതാബിൽ ശേഷം പറയുന്നു, ഫഖ്തദി അയ്യുഹൽ മുസ്ലിം, അവിടെ മുസ്ലിമേ നീ പിന്തുടരണം. ഇൻ കുൻത അബ്ദല്ലാ, നീ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ ബിസലഫിക സ്വാലിഹ്, നിന്റെ ഈ സലഫു സ്വാലിഹുകളെ വഴി നീ പിൻപറ്റണം. ഫലാ തദഉ ഇല്ലല്ലാഹ്, അവിടെ റബ്ബിനോടല്ല ദുആ ചെയ്യല്ല. വലാ തസ്തഇൻ ഇല്ലാ ബിഹി, റബ്ബിനോടല്ല ഇസ്തിആൻ ചെയ്യല്ല. അപ്പോൾ അതാണ് സ്വഹാബത്തിന്റെ നടപടിക്രമം. റസൂൽ ജീവിച്ചിരിപ്പുണ്ടോ? നമുക്ക് പോയി പറയാം. സ്വാലിഹായ മനുഷ്യന്മാർ ജീവിച്ചിരിപ്പുണ്ടോ? പറയാം. ഉസ്താദെ സുഖം, ഞങ്ങൾ ദുആ ചെയ്യണം, ബുദ്ധിമുട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, പറയാം. ഒരു തയ്യാറില്ല. റസൂലിനോട് പറഞ്ഞിട്ടുണ്ട്, റസൂൽ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഴുജത്തിലൂടെ പലർക്കും പരിഹാരം കിട്ടിയിട്ടുണ്ട്, അല്ലാതെ കിട്ടിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അത് നബിയുടെ ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. ശേഷം ഉണ്ടായോ? ഇല്ല. ജാബിർ തന്നെ അദ്ദേഹം, നിങ്ങൾ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചത് അദ്ദേഹമാണല്ലോ. ജാബിർ പിതാവ് അബ്ദുല്ലാഹു ഉഹദിൽ കൊല്ലപ്പെട്ട ആളാ. ഉഹദിലേക്ക് പോകുമ്പോൾ തലേന്ന് രാത്രി വാപ്പ മോനോട് പറഞ്ഞ കാര്യം ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. വാപ്പ പറയാം, മോനെ നാളെ യുദ്ധത്തിലേക്ക് പോയാൽ 1-ാമത്തെ ദിവസം തന്നെ ഞാൻ കൊല്ലപ്പെടുമെന്ന എന്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഞാൻ നാളെ കൊല്ലപ്പെടുകയാണെങ്കിൽ എനിക്ക് ഇത്ര കടങ്ങളുണ്ട്, ആ കടം നീ ഏറ്റെടുക്കണം. എനിക്ക് 6 പെൺമക്കളുണ്ട്, അവരെ നോക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് അവരെ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് പറഞ്ഞു, ഈ 2 ബാധ്യത എനിക്കില്ലായിരുന്നുവെങ്കിൽ നിന്നെയും കൂടെ ഞാൻ എൻ്റെ കൂടെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. നീയും കൂടെ ശത്രുക്കളുടെ കരങ്ങളാൽ വെട്ടേറ്റ് മരിക്കുന്നത് കാണാനാണ് എനിക്ക് താല്പര്യം. പക്ഷെ നമ്മൾ 2 മരിച്ചാൽ ഈ 2 ബാധ്യത ബാക്കിയാകും. അതുകൊണ്ട് മോനെ, വാപ്പ മരിച്ചാൽ ഇത് ഏറ്റെടുക്കണം. വാപ്പ മരിച്ചു. പിറ്റേന്ന് ഉഹദിൽ ഷഹീദായി, ശുഹദാക്കളുടെ നേതാവായി മാറി. ഈ കടം വിട്ടാൻ വാപ്പനോട് പിന്നെ മോൻ തേടിയോ? നമ്മളിപ്പോ വിളിക്കുന്ന ബദരീങ്ങളും ഉഹദീങ്ങളാണല്ലോ. ആ ഉഹദിൽ പങ്കെടുത്ത് ഷഹീദായ വാപ്പയോട് സ്വഹാബിയായ വലിയായ മകൻ തേടിയില്ല. പിന്നെ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ റസൂലിലേക്ക് വരുമ്പോൾ ഈ ജാബിർ റളിയല്ലാഹുണ്ട് വളരെ വിഷമിച്ച് ടെൻഷനായി പള്ളിന്റെ മൂലക്കിരിക്കുന്നത്. അപ്പൊ നബി ചോദിച്ചു, എന്താ ജാബിർ, വല്ലാത്തൊരു വിഷമം മുഖത്ത്? അപ്പൊ പറഞ്ഞു, റസൂൽ നിങ്ങൾക്കറിയാലോ, എന്റെ വാപ്പ മരിക്കുമ്പോ ഒരു വലിയ കുടുംബത്തിന്റെ ബാധ്യത എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. ധാരാളം കടബാധ്യതയും എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. കടക്കാർ ചോദിച്ച് പ്രയാസപ്പെടുത്തുന്ന നബിയെ കൊടുക്കാൻ കഴിയുന്നില്ല. ആ ഒരു വിഷമമാണ്. റസൂൽ എന്താ പറഞ്ഞു? എടാ, എന്റെ വാപ്പ ഒരു ഷഹീദല്ലേ, ഉഹദ് പങ്കെടുത്ത ആളല്ലേ, ഓരോ ആ പേരൊന്ന് പറഞ്ഞാൽ തന്നെ കടം വീടൂലേ എന്നല്ല പറഞ്ഞത്. നമ്മളെ മാലി പറഞ്ഞ അങ്ങനെ അസ്മാ ഊരത്താൽ കടം വീടുമെന്നോ പറഞ്ഞ ഓരോ പേരാണ് ചൊല്ലിയ കടം വീടുന്നു. ഓരോ മോനാണ് കടം കൊണ്ട് വാപ്പ ഏൽപ്പിച്ച കടം. ഈ വാപ്പാന്റെ കടം വിട്ടാൻ വയ്യാതെ മോനെടുങ്ങതാകാം. അപ്പൊ നബി പറഞ്ഞു, വിഷമിക്കാനുള്ള വഴി ഉണ്ടാക്കാം. നബി എന്ത് പറഞ്ഞു? ജാബിറുള്ളാഹിന് ഒരു ഈത്തപ്പഴ തോട്ടമുണ്ട്. നബി അദ്ദേഹത്തെയും കൂട്ടി ആ തോട്ടത്തിൽ കട പോയി. ആ തോട്ടത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി നബി ദുആ ചെയ്തു. ആ കൊല്ലം ധാരാളം വിളവുണ്ടായി. അങ്ങനെ അത് വിറ്റിട്ട് എല്ലാവരുടെ കടം വീട്ടി, എല്ലാ പ്രശ്നവും തീർന്നു. നബിയോടാണ് പറഞ്ഞത്. അള്ളാഹോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ധാരാളം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബിയോടും പറഞ്ഞു. നബി പോയിട്ടും തരൂ, റബ്ബിനോട് ദുആ ചെയ്തു. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. അദ്ദേഹത്തിന് ആശ്വാസം കിട്ടി. ഒരു മയ്യിത്ത് മുമ്പിൽ വന്നാൽ നബി പറയുമായിരുന്നു, ആർക്ക് ഇയാൾ കടം തരാനുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ സമീപിച്ചോ, ഞാൻ കൊടുത്തോളാം. നബി ഏൽക്കുമായിരുന്നു. നബി വഫാത്തായതിനു ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫ ആകുമ്പോൾ മയ്യിത്ത് വന്നാൽ എന്താ പറയാ? ഇതേ കടമുണ്ടെങ്കിൽ നബിയോട് പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിനോ? ഇല്ല, ബൈത്തുൽ മാലിന് കൊടുക്കും. ഉമർ ഖത്താബിന്റെ കാലത്ത് മയ്യിത്ത് വന്നാൽ പറയോ? റസൂൽ അന്ന് ഏൽക്കുമായിരുന്നു. അതുകൊണ്ട് റസൂലിനോട് പോയി പറഞ്ഞോളി, റസൂൽ ഏറ്റോളും എന്ന് പറയാറില്ല. നേരെ മറിച്ച് ബൈത്തുൽ മാലിൽ അയാൾക്ക് ഫണ്ട് പാസ്സാക്കും, കടം വീട്ടും.
അതായിരുന്നു രീതി. അപ്പൊ അത് മുഴുജത്ത് കൊണ്ട് സഹായിക്കുന്ന അവരുടെ കാലഘട്ടത്തിൽ ഓരോ പോയി കാണാം, സമീപിക്കാം, പറയാം, ഓരോ കൊണ്ട് ദുആ ചെയ്യിക്കാം. അവരിലൂടെ മുഴുജത്തിലൂടെ റബ്ബ് നമ്മുടെ പ്രശ്നം തീർക്കുകയാണെങ്കിൽ തീർക്കുകയും ചെയ്യാം. എന്നാൽ വഫാത്തിന് ശേഷം അങ്ങനെ സംഭവം സ്വഹാബത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, അഹ്ലു സുന്നക്ക് പരിചയവും ഇല്ല. ഞാൻ ഇപ്പോൾ ചോദിക്കാൻ കാരണം പ്രസംഗത്തിലൊക്കെ നേരായിട്ടും ഇപ്പോൾ മുജാഹിദ് അകത്താരാണോ പുറത്താരാണോ എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. കാരണം ഇപ്പോൾ കുറേ ആൾക്കാർ, പ്രബലരായ ആൾക്കാർ തന്നെ പലരും പുറത്തും പലരും അകത്താണ്. പിന്നെ ചില പണ്ഡിതന്മാർ, മുൻനിരയുള്ള ചില പണ്ഡിതന്മാർ മുമ്പ് പ്രസംഗിച്ച മുൻനിരയിലുള്ള ചില പണ്ഡിതന്മാർ മുമ്പ് പ്രസംഗിച്ച പ്രസംഗങ്ങളിൽ, പ്രത്യേകിച്ച് സക്കരിയ സലാഹി പറഞ്ഞ പ്രസംഗ വിഷയത്തിൽ, വിജനമായൊരു സ്ഥലത്ത് നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ജിന്നിനെ, മുസ്ലിം ജിന്നുകളോ അല്ലെങ്കിൽ വിശ്വാസികളായ പിന്നെ അഭൗതികമായ രീതിയിൽ കാണുന്ന മറ്റാളുകളോ ഉണ്ടെങ്കിൽ അവരോട് സഹായം തേടാം എന്ന പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുകൂടെ പരാമർശങ്ങളൊന്നും കേട്ടിട്ടില്ല. പക്ഷെ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായം സ്വീകരിച്ചായിട്ട്? സക്കരിയ സലാഹി അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. വിജനപ്രദേശത്ത് എത്തിപ്പെട്ടാൽ മുസ്ലിം ജനോട് സഹായം തേടാം എന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രസംഗം കേട്ടിട്ടുണ്ടാവില്ല. അത് ശുദ്ധമായ കളവ് പലരും പ്രചരിപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ക്ലിപ്പ് കേൾക്കാൻ നിങ്ങൾക്ക് അതും കഴിഞ്ഞിട്ടില്ല. അത് അദ്ദേഹം പ്രസംഗിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് ഇനിയും അത് അന്വേഷിക്കാം. സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞു എന്ന് മറ്റു പലരും പറഞ്ഞു, അല്ലാതെ സലാഹി അത് പറഞ്ഞിട്ടില്ല. ഏതുപോലെ സുന്നി മൂലമാർ പറയും വഹാബിക്ക് ദിക്റില്ല, ദുആ ഇല്ല, സ്വലാത്തില്ല. അവ സുന്നി നാടന്മാരെന്ന് പറയും വഹാബികൾ ദുആ ഇല്ലാത്തവനല്ലേ, എന്താ ഞങ്ങൾ ഉസ്താദ് പറഞ്ഞേക്കണ് എന്ന് പറഞ്ഞ പോലെയാണ്. എതിരാളികളായി വന്ന ചിലർ പറഞ്ഞു ജിന്നോട് തേടാന്ന് പറഞ്ഞിട്ടുണ്ട്, വിജയപ്രദേശത്ത് പോലെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സലാഹി പറഞ്ഞിട്ടേ ഇല്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% തെറ്റാണ്, അംഗീകരിക്കാൻ കഴിയില്ല, അങ്ങനെ പറയാൻ പാടുമില്ല, അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. എന്നു മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഈ ആരോപണം വ്യാപകമായപ്പോൾ അദ്ദേഹം അതും പറഞ്ഞിട്ടുണ്ട്, എന്നെപ്പറ്റി പ്രചരിപ്പിക്കുന്നു, പക്ഷെ അത് കളവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാനും സലാഹിയും ഒന്നിച്ച് ഒരു മുഖാമുഖത്തിൽ പങ്കെടുത്തു നന്ദിയിൽ. അവിടെ അദ്ദേഹം പച്ചയായി പറഞ്ഞു, പലരും പറയുന്നു പക്ഷെ ഒരു ക്ലിപ്പെങ്കിലും കൊണ്ടുവരാൻ കഴിയോ, അതിനെ കാണിക്കാൻ കഴിയോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പൊ അത് കളവാണ്, സലാഹി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെയെങ്കിൽ ഈ പരസ്പരം തർക്കിക്കുന്നതിന് പകരം ഒരുമിക്കാനുള്ള ശ്രമം നടത്തിക്കൂടാ? അതല്ല നല്ലത്? അതാണ് വേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ജിന്നിനെ വിളിച്ച് തേടാമെന്ന് പറഞ്ഞതിന്റെ പേരിലല്ല തർക്കമുണ്ടായത്. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ തർക്കമുണ്ടാകും. മിണ്ടിയാലും അടി, മിണ്ടിയില്ലെങ്കിലും അടി എന്ന് പറഞ്ഞിടത്താണ് കാര്യങ്ങൾ എത്തിപ്പെട്ടത്. അപ്പൊ ഇയാളെ അടിക്കണം, അതിന് എന്തേലും സംഗതി വേണം. മിണ്ടിയാൽ മിണ്ടിനടിട്ടും, മിണ്ടാഞ്ഞാൽ എന്താണ് മിണ്ടാത്ത ചോദിച്ചാൽ അതിനും അടിക്കും. അതായിരുന്നു യഥാർത്ഥ സംഘടനയിൽ കുറച്ചു കാലമായി നടന്നത്. ഞങ്ങൾക്കൊരു മാഷുള്ള സ്കൂളിൽ അറബിക്ക് മൂപ്പര് വന്നിട്ട് മാത്സിന് മൂപ്പര് വന്നിട്ട് പെരടിക്ക് ഭയങ്കര അടിയടിക്കും. അപ്പൊ കരഞ്ഞാൽ എന്താടാ കരയണ വെച്ചാണ്ട് മൂപ്പരടിക്കും. ചിരിക്കടാറി അങ്ങനെ ചിരിക്കോളടിക്കും. ചിരിച്ചെന്തടാ അടിട്ടുമ്പോ ചിരിക്കലാ, കരടാ പിന്നെ അടിക്കും. ഈ പണിയാണ് സംഘടനയിൽ കുറച്ചു കാലം 1-2 ആളുകൾ ചെയ്തത്. സക്കരിയ സലാഹയെ എന്തായിരുന്നാലും സൈഡാക്കണം, ഒഴിവാക്കണം എന്ന് തീരുമാനിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട 2-3 ആളുകൾ. അവർക്ക് എന്തെങ്കിലും ന്യായം കിട്ടണം, ഒന്നും കിട്ടുന്നില്ല. മാത്രമല്ല, ആളുകളോട് പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വാസരംഗത്ത് പോരായ്മ ഉണ്ട് എന്ന് പറയണം, അപ്പോഴേ ആൾക്കാരെ വിശ്വസിക്കുള്ളൂ. അങ്ങനെ അതിനെ കണ്ടെത്തിയ മാർഗമാണ് ഇയാൾ ആ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പ്രചരിപ്പിച്ചത്. അത് 10 കൊല്ലം ഹുസൈൻ മടബൂരിന്റെ അനുയായികൾ പ്രചരിപ്പിച്ച പ്രചാരണമായിരുന്നു. അങ്ങനെ അവര് പ്രചരിപ്പിച്ച തലയും പാലും വെട്ടിമുറിച്ച ചില ക്ലിപ്പുകൾ ക്രോഡീകരിച്ച് CD-യാക്കി KKP അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊണ്ട് അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന മറ്റൊരാള് ഇത് പ്രചരിപ്പിച്ചു. അങ്ങനെ KKP അബ്ദുള്ള ഈ CD-യുമായി AP-യെ കാണാൻ ചെന്നു. AP അബ്ദുൽ ഖാദർ മൗലവിയുടെ വീട്ടിലേക്ക് കയറും മുമ്പ് AP-ക്ക് അബ്ദുറഹ്മാൻ സലഫിന്റെ ഫോൺ, അദ്ദേഹത്തോട് പറയും, മൗലവി നമ്മളൊരു കുട്ടിയാണ് വരുന്നുണ്ട്, ഓനൊരു CD ഉണ്ട്, അതൊന്ന് വാങ്ങി വെച്ചത് കേട്ടാളി, ഓനെ കുറച്ചെന്തോ പറയാനുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കി. അപ്പൊ സലഫിയല്ലേ വിളിച്ചു വന്നത്, അപ്പൊ AP ശ്രദ്ധിക്കും. അയ്യോ പറയും, സാറ് എന്താ സക്കരിയ സലാഹിന്റെ പോക്ക് ശരിയല്ല കേട്ടോ, എന്തൊക്കെയപ്പോ ഇവർ പറയുന്നത്, നിങ്ങളിതൊന്ന് കേട്ടോക്കൊണ്ടി എന്ന് പറഞ്ഞ് CD അവിടെ കൊടുത്തു പോകാൻ പോരും. കുറച്ച് കഴിയുമ്പോ ഇവൻ പോകുന്നു ടീപ്പിനടുത്തേക്ക്. ടീപ്പിന് ഗേറ്റിന് പുറത്ത് നിൽക്കുമ്പോൾ ടീപ്പിക്ക് ഒരു ഫോണ്. ആര്? അബ്ദുറഹ്മാൻ സലഫി. സാർ നമ്മളെ കുട്ടികൾ വരുന്നുണ്ട്, ഓൻ എന്തോ പറയാണ്ട്, ഒരു CD വനത്തിന്, അതൊന്ന് കേട്ടാളി. അപ്പൊ മൂപ്പര് കാത്തുക്കും, ഇവന് CD കൊടുക്കും, അവിടെ ഇത് പറയും. അത് കഴിഞ്ഞ് MM അതിനടുത്ത് എല്ലാ നേതാക്കന്മാരെ വിട്ടും KKP അബ്ദുള്ള പോയി.
KKP അബ്ദുള്ള പറഞ്ഞു എന്നെ പറഞ്ഞ അബ്ദുറഹ്മാൻ സലഫിയാണ് എന്ന് പിന്നോം പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ ഉള്ളിൽ ഇങ്ങനെ ധാരണ വന്നു. അടുത്ത യോഗത്തിന് വരുമ്പോ AP വരുന്നത് എങ്ങനെ, ഈ വിഷയം ഇവിടെ പറയണം എന്ന് വിചാരിച്ച AP വരുന്നത്. TP-നടുത്ത് പോയത് AP അറിയില്ല, AP-നടുത്ത് പോയത് TP അറിയില്ല. അപ്പൊ എല്ലാ നേതാക്കന്മാരും വന്ന് ഈ മനസ്സോടെ ഇങ്ങനെ വിഷയമുണ്ട്, അത് അവിടെ എന്തെങ്കിലും അറിയിക്കണം. ഇവിടെ വന്ന് നോക്കുമ്പോഴോ ഒരുത്തം പറയുമ്പോ എല്ലാവരും പറയാം. അപ്പൊ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി സക്കരിയാക്കെതിരെ പറഞ്ഞാൽ ഉറപ്പാ മൂപ്പർക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി, സക്കരിയ കുഴപ്പക്കാരനാണ്, സക്കരിയ പ്രശ്നക്കാരനാണ്. കാരണം ഐക്യകണ്ഠനായി എല്ലാവരും പറഞ്ഞു. പിന്നെ എങ്ങനെ വരിക, ഫോൺ കോള്, പല സ്ഥലത്തുനിന്നും ഫോൺ കോള്. സാർ പിന്നെ എങ്ങനെ പ്രസംഗിച്ചു, എന്താപ്പ ചെയ്യാ, എന്നാ ഈ CD കേട്ടക്കണോ ഇല്ല, അതിന്റെ ബാക്കി അന്വേഷിക്കണോ ഇല്ല. കാരണം വേണ്ടപ്പെട്ടോമെന്ന് പറയാ, സലഫി വിളിച്ചു പറയാ, അങ്ങനെ സംശയിക്കാമല്ലോ. 4 ഭാഗത്തും ഫോണ്. ഞങ്ങളുടെ നാട്ടിൽ ഇന്നലെയും പ്രസംഗിച്ചു അങ്ങനെ തന്നെ, എന്നാ നീ ഓനെ പ്രസംഗിക്കാൻ വിളിക്കണ്ട, ന്യായമായിട്ടും ആരും പറയില്ലേ. ഈ പണിയാണ് യഥാർത്ഥം എടുത്തത്. ആടിനെ പട്ടിയാക്കി, പിന്നെ പേപ്പട്ടിയാക്കി, പിന്നെ തല്ലിക്കൊല്ലാൻ നോക്കി. പക്ഷെ തല്ലിക്കൊല്ലാൻ ആള് ഓടിക്കൂടിയപ്പോ ഓർക്ക് മനസ്സിലായി ഇത് ആടാണല്ലോ, പട്ടിയല്ല പേപ്പട്ടിയല്ല. അതാണ് സംഭവിച്ചത്. അല്ല ഇവിടെ ജിന്നിന്റെ പ്രശ്നമില്ല, ജിന്നിനെ വിളിച്ച് തേടാന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ സക്കരിയ സ്വലാഹി പറഞ്ഞാൽ, ജിന്നിനെ വിളിച്ച് തേടാമെന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞാൽ സക്കരിയ സ്വലാഹിക്കെതിരെ ഞങ്ങളൊക്കെ ഉണ്ടാവും. സ്വലാഹിക്കെതിരെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ആ വിഷയത്തിൽ ഉണ്ടാകും, സംശയമില്ല. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹംസ, ഞാൻ ഈ നാട്ടുകാരനാണ്. പിന്നെ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30-31 ചില തുടർച്ചയുള്ള ചില ആയത്തുകളിൽ പറയുന്നു, വൈദ് ഖാറബത്തുൽ മലായികത്തിൻ്റെ ജാനിബിൽ ഖലീഫ. ആയത്ത് കേട്ടില്ല. വൈദ് ഖാറബത്തുൽ മലായികത്തി ഇന്നി ജാനിബിൽ ഖലീഫ ആയത്തിന് പോകുന്നത്. അതിൽ പറയുന്നത് എന്തായാലും ഞാനൊരു ഭൂമിയിൽ ഒരു എൻ്റെ ഖലീഫയെ നിർമ്മിക്കാൻ പോകുന്നു മലക്കുകൾ പറയുമ്പോൾ, മലക്കുകൾ പറയുന്നു നിങ്ങൾക്ക് തസ്ബീഹും തഖ്ദീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുള്ളപ്പോൾ എന്തിനാണ് അപ്പം ഈ ഭൂമിയിൽ ഫസാദും വിപ്ലവം ഉണ്ടാക്കുന്ന ജനതയെ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. ശരിയാണത്? ഞാൻ പറഞ്ഞ അർത്ഥം ശരിയാണ്. അപ്പൊ എന്റെ ചോദ്യം എന്താ വെച്ചാൽ, ഈ ഭൂമിയിൽ ഫസാദും ഫിത്ന ഉണ്ടാക്കുന്ന മനുഷ്യനെ മുമ്പ് ഈ ഒരു മനുഷ്യ സമൂഹത്തിന് മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഇപ്പോ ആദം പേര് ഇസ്ലാം ആണ് അവിടെ ഉള്ളത്. അതിനു മുമ്പ് ഒരു മനുഷ്യ സമൂഹം ഇല്ലെന്നാണ് നമ്മൾ അറിവ്. അപ്പൊ ഈ ജിന്നുകൾക്ക് ഈ മനുഷ്യന് ഫസാദും ഫിത്ന ഉണ്ടാക്കുന്ന വർഗമാണെന്ന് എങ്ങനെ മനസ്സിലായി എന്നുള്ള എന്റെ ചോദ്യം. ഇത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി, ക്ഷമിക്കണം, എനിക്ക് കേൾവിത്താറുണ്ട്, അതുകൊണ്ട് ഞാൻ ഉത്തരം കേൾക്കാൻ അവിടെ പോയിരിക്കാം. നമ്മളെ വിഷയവുമായി നേരെ ബന്ധമുള്ളതല്ല, എന്നാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം. നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ഏകദേശം കഴിഞ്ഞിട്ടുള്ള അർത്ഥം. അതായത് മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു. അപ്പൊ മലക്കുകൾ ചോദിച്ചു, എന്തിനാണ് ലിമ തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ഫസാദ് ഉണ്ടാക്കുന്ന, രക്തം ചിന്തുന്നവരെ എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഈ വരാൻ പോണ മനുഷ്യന് ഫസാദ് ഉണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന മലക്കുകളെ എങ്ങനെ അറിഞ്ഞു? ഇതാണ് വിഷയം. തഫ്സീറിൽ ധാരാളം ചർച്ചകൾ ആ വിഷയത്തിലുണ്ട്. അതിൽ ഒട്ടുമിക്ക മുഫസ്സിറുകളും പറഞ്ഞ ഒരു വ്യാഖ്യാനം, ഒരു പക്ഷേ മനുഷ്യർക്ക് മുമ്പ് ലോകത്ത് ജീവിച്ച മറ്റു പല സൃഷ്ടികളും ഉണ്ടായേക്കാം. ആ സൃഷ്ടികൾ രക്തച്ചൊരിച്ചിലും ഫിത്നയും ഫസാദും ഉണ്ടാക്കി അള്ളാഹു അവരെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. അത് മലക്കുകൾക്കറിയാം. കാരണം ജിന്നുകൾക്ക്, മനുഷ്യന്മാർക്ക് മുമ്പേ മലക്കിനെയും ജിന്നിനെയും അള്ളാഹു പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പുതിയ സൃഷ്ടിയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ മലക്കുകൾ സ്വാഭാവികമായി ആ അനുഭവം വെച്ച് ചോദിക്കുന്നു, എന്തിനാ അങ്ങനത്തെ ഇഞ്ഞുണ്ടാക്കണത്? ഇബാദത്തിനാണെങ്കിൽ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ തന്നെ തസ്ബീഹും തഖദീസും ചെയ്യുന്നു, പിന്നെ എന്തിന് ഇങ്ങനത്തെ പടപ്പള പടക്കണം? അപ്പൊ അല്ലാഹു എന്ത് പറഞ്ഞു? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത് എനിക്കറിയാം. അതാണ് മുഫസ്സിറുകൾ പറഞ്ഞ ഒരു വ്യാഖ്യാനം. അല്ലാഹു അഅലം. പിന്നെ ഇതുമായി ഇന്നത്തെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം, അതല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അതിൽ 3 കാര്യങ്ങൾ ഈ ദുനിയാവിൽ വിട്ടേച്ച് പോകുമെന്ന് പറയുന്നു. അതിൽ മൂന്നാമത്തേത് സാലിഹ സന്താനങ്ങൾ. ഈ സാലിഹ സന്താനങ്ങളല്ലാത്തവർ പ്രാർത്ഥിക്കുകയോ മറ്റു കർമ്മങ്ങൾ ചെയ്യുകയോ സലാത്തോ ദിക്റോ എന്ത് ചെയ്താലും ഈ ആത്മാവിന് വല്ലതും കിട്ടുമെന്നുള്ളതാണ് ചോദ്യം. മരിച്ച മനുഷ്യന് വേണ്ടി ഉള്ള പ്രാർത്ഥനകൾ അത് ആര് നിർവഹിച്ചാലും അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് അതിന്റെ ഗുണം ലഭിക്കും. പിന്നെ സ്വാലിഹായ മക്കളെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ അമല് എല്ലാം അവസാനിച്ചു, 3 ഒഴികെ. അപ്പൊ ഓന്റെ അമലിൽ പെട്ടതാണ് ഓന്റെ മക്കള്. അതുകൊണ്ടാണ് മക്കളെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. മലക്കളുടെ പ്രാർത്ഥന കിട്ടും, അല്ലാത്ത പ്രാർത്ഥനയും കിട്ടും. കാരണം നമ്മോട് പ്രാർത്ഥിക്കാൻ ഉള്ള നിർദ്ദേശ പ്രാർത്ഥന എന്താ? റബ്ബനാ ഗഫിർ ലനാ
വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. മുമ്പ് കഴിഞ്ഞു പോയ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ദുആ എല്ലാവരുടെയും കിട്ടും. മക്കളുടെ മാത്രമല്ല, മക്കളുടെ പ്രത്യേകതയുണ്ട്. കാരണം മക്കളെ സ്വാലിഹായി വളർത്തിക്കഴിഞ്ഞാൽ അത് ഇവന്റെ സമ്പാദ്യമാണ്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇവിടെ സക്കരിയ സലാഹിയ ഇപ്പോൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ വിഷയം ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ പേരിലല്ല എന്ന് മുസ്ലിയാർ പറയുണ്ടായി. അങ്ങനെ ആയിരുന്നു പൊതുവെയുള്ള ചർച്ച ഉണ്ടായിരുന്നത്. ഇപ്പോൾ മുസ്ലിയാർ പറഞ്ഞത് സംഘടനയിലെ മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. പുറത്ത് ചർച്ച ചെയ്യുന്നുണ്ട്, അധികാരത്തിൻ്റെ പ്രശ്നത്തിലാണ്, അദ്ദേഹത്തിന് അധികാരം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് എന്നൊക്കെയാണ് പുറത്തുള്ള ചർച്ചകൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്ന് പറയുന്നുവെങ്കിൽ 2002 ബഹുമാനരായ മടവൂറിനെ എന്തുകൊണ്ടാണ് സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത്? ഹുസൈൻ മടവൂരിന്റെ സംഘടനയെ മാറ്റി നിർത്തിയത് തീർച്ചയായും ആദർശ രംഗത്ത് അപകടകരമായ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ട് തന്നെയാണ്. അതിന് പുറമെ പല കാര്യങ്ങൾ ഉണ്ടാവാം. ഈ പറഞ്ഞ പോലുള്ള ഒരു പക്ഷേ ആ തരത്തിലുള്ള ഈഗോ ഒക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാവാം, നമുക്കറിയില്ല. പക്ഷെ ആദർശ രംഗത്ത് ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ 2 ഭാഗത്തുമുള്ള 10 വീതം പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി 2 ദിവസം ഒന്നാകെ ചേർന്ന് ഓരോ വിഷയം ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ തീരുമാനം പറഞ്ഞ് ആ തീരുമാനത്തിലേക്ക് തിരുത്തേണ്ടവ തിരുത്തി ഒപ്പിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് പിരിഞ്ഞുപോയി. പിന്നെ അതിന് വിരുദ്ധമായി 2ാമത്തെ ദിവസം ഒരു നീല പുസ്തകം ഇറങ്ങി. അപ്പൊ ഈ ഒപ്പിട്ടത് ന്യായപൂർവമല്ല, അത് മനസ്സറിഞ്ഞിട്ടല്ല എന്ന് തെളിവായി. അത് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ അന്വേഷിച്ചു. അതിന്റെ അന്വേഷണത്തിന്റെ റിസൾട്ട് സമർപ്പിച്ചു. അതുപ്രകാരം അവർക്ക് വിശദീകരണം നൽകാൻ സമയം കൊടുത്തു. ആ സമയം തീരുന്നതിന് മുമ്പ് വിശദീകരണം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ധിക്കാരപരമായി പെരുമാറി. അങ്ങനെയാണ് 35 ആൾക്കെതിരെ നടപടിയെടുത്തത്. മറ്റുള്ളവർ ഒഴിവാക്കിയിട്ടില്ല. 35 ആൾക്കെതിരെ നടപടിയെടുത്തു. എന്നിട്ട് ഓർക്ക് പറഞ്ഞു തെറ്റിദ്ധരുത്തി തിരിച്ചു വരാൻ എപ്പോഴും സ്വാഗതാർഹമാണ്. അത് ഇതുവരെയും ഉണ്ടായില്ല. എന്നാൽ സ്വലാഹിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 2 ഭാഗത്തുള്ള പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പ്രബന്ധം തയ്യാറാക്കുന്ന ഒരു നടപടിക്രമം ഉണ്ടായില്ല. ഉണ്ടായിന്ന് വരുത്താൻ ചില പണികൾ ചെയ്തു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ആ നിലയ്ക്ക് ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായിട്ടില്ല. അതിന് തീരുമാനം രേഖപ്പെടുത്തിയില്ല. ആ തീരുമാനം KJUവിലെ ഉത്തരവാദപ്പെട്ട മെമ്പർമാരെ വിളിച്ചു ചേർത്ത് അവിടെ അവതരിപ്പിച്ചില്ല. പിന്നീട് KJU ഈ വിഷയത്തിൽ പ്രബന്ധം തയ്യാറാക്കാൻ വേണ്ടി ഹനീഫ് കായക്കുടിയെയും എന്നെയും ചുമതലപ്പെടുത്തി. ഞങ്ങൾ ഒരുമിച്ച് കൂടി 18 പേജുള്ള പ്രബന്ധം തയ്യാറാക്കി KJUവിന് മുമ്പാകെ സമർപ്പിച്ചു. ആ പ്രബന്ധമാണ് ഇത്. പക്ഷെ ഈ പ്രബന്ധത്തിൽ പറഞ്ഞതുപോലും ആ പറയപ്പെടുന്ന നേതാക്കന്മാർ പിന്നീട് അംഗീകരിച്ചില്ല. ഇതിന് വിരുദ്ധമായ തീരുമാനം വന്നത്. അതിന് പിന്നെ വിശദീകരണം ഉണ്ടായില്ല. ആ തീരുമാനം അംഗീകരിക്കാത്ത ആൾക്കെതിരെ എല്ലാം നടപടി വന്നു. MSM-ഉം ISM-ഉം മൊത്തം പിരിച്ചു വിട്ടു. അതേപോലെ ധാരാളം പ്രഭാഷകന്മാർക്കെതിരെ നടപടി വന്നു. അപ്പൊ ഇത് സ്വലാഹിയുടെ മാത്രം പ്രശ്നമല്ല. ഈ പറയപ്പെട്ട എല്ലാവരും ജിന്നെ വിളിച്ച് തേടിയിട്ട ഒരിക്കലുമല്ലോ. അപ്പൊ അത് തീർച്ചയായും പ്രശ്നം അത് തന്നെയാണ്. ഹുസൈൻ മടവൂരിന്റെ വിഷയത്തിൽ വിശ്വാസരംഗത്തും ആചാരരംഗത്തും സുന്നത്തിനുള്ള കണിശയുടെ കാര്യത്തിലും തൗഹീദിന്റെ ദഅവത്തിന്റെ മേഖലയിലുമെല്ലാം കാതലായ പ്രശ്നങ്ങൾ, വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമായ അടിസ്ഥാനത്തിൽ അത് പഠിച്ച് ചർച്ച ചെയ്ത് അവസാനം അവരൊക്കെയും എഴുതി ഒപ്പിട്ടു തെറ്റുപറ്റി എന്ന് പറയേണ്ട സ്ഥലത്ത് തെറ്റുപറ്റി തന്നെ പറഞ്ഞു. ന്യായമായ തീരുമാനം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒപ്പിട്ട് പിരിഞ്ഞു. എന്നിട്ട് അതിനെതിരെ രംഗത്ത് വന്നു. അപ്പോഴാണ് 35 ആൾക്കെതിരെ നടപടി വന്നത്. എന്ത് ആശയവ്യതിയാനമാണ് ഹുസൈൻ മടവൂരിൽ അന്ന് ആരോപിക്കപ്പെട്ടത്? 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ധാരാളം ഉദാഹരണങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഈമാൻ അല്ല തൗഹീദ് അല്ല ഈമാൻ എന്ന ആരോപണം വന്നു. ചർച്ച ചെയ്തു. KJU തീരുമാനം പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല, തെറ്റിദ്ധരുത്തുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ദഅ്വ രംഗത്ത് തൗഹീദ് ദഅ്വത്തിന്റെ മേഖലയിൽ തൗഹീദിനുള്ള 1ാം സ്ഥാനം അത് അട്ടിമറിച്ചു. അവിടെ മറ്റു പലതിനെയും മേൽക്കോയ്മ കൊണ്ടുവന്നു. അത് ശരിയല്ല എന്ന് പറഞ്ഞു. പൊതുവായ പരസ്പരം ധാരണയുള്ള പൊതു താല്പര്യ മേഖല കണ്ടെത്തണം തൗഹീദ് പറയാനെന്ന് പറഞ്ഞു. അത് ശരിയല്ല എന്ന് KJU പറഞ്ഞു കൊടുത്തു. അതേപോലെ തറാവീഹ് വിഷയത്തിലുള്ള അഴകുഴമ്പൻ നിലപാട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വന്നു. അത് KJU ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെ തുടങ്ങി പല രംഗത്തും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പുറത്താക്കിയതിന് ശേഷമാണെങ്കിൽ പറയേണ്ടതില്ലാത്ത വിധം വന്നു. ഇപ്പൊ അവസാനം ഹുസൈൻ മടവൂരിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ ബുഖാരി മുഴുവൻ ഹദീസും സ്വഹീഹല്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തി. ഹദീസ് തന്നെ സ്വീകരിക്കേണ്ടതില്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ സംസാരങ്ങൾ വന്നു.
റമദാനത്തിന്റെ തൊട്ട് മുമ്പ് കണ്ണൂർ കൂത്തുപറമ്പ് വെച്ച് നടന്ന ഒരു വാദപ്രതിവാദം. മടവൂർ പക്ഷത്തു നിന്ന് വന്ന ഡോക്ടർ അബ്ദുൽ മജീദ് അയാൾ പറഞ്ഞ ഹദീസാണ് പ്രശ്നം, ഖുർആൻ എടുത്താൽ കുഴപ്പമില്ല, അവിടെ ഖുർആൻ എടുത്താൽ മതി, എന്തിനാ നമ്മൾ ഹദീസിക്ക് പോണ് എന്ന് അയാൾ ചോദിച്ചത്. സ്വഹിയായ 60 ഹദീസുകളെ ഞാൻ ദഈഫാക്കിയെന്ന് അബ്ദുസ്സലാം സ്വലമി പറഞ്ഞു. തൗഹീദ് രംഗത്ത് ജിന്നും മലക്കും അഭൗതികമാണ് എന്ന അത്യധികം അപകടമായ വാദം കൊണ്ടുവന്നു. ജിന്നും മലക്കും മനുഷ്യരെ സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാകും എന്ന് സലാം സുല്ലമിയുടെ തൗഹീദ് നവയാഥാസ്ഥിക വ്യതിയാനം എന്ന പുസ്തകത്തിന്റെ 11ാമത്തെ പേജിൽ ആൾ എഴുതി വെച്ചു. അവിടെ ഇങ്ങോട്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത നൂറുകണക്കായ ആദർശ വ്യതിയാനങ്ങൾ അവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അവരെ തീർച്ചയായും മാറ്റത്തിൽ ന്യായമാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇനിയുണ്ടോ? പക്ഷെ ബഹുമാനനെ ഫൈസൽ മുസ്ലിയാർ, ഈ ആരോപണങ്ങളൊന്നും ഇത്ര രീതിയിൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ആരോപണങ്ങളൊന്നും അന്ന് പൊതുവേദിയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വേദിയിലോ ചർച്ച ചെയ്തതായിട്ട് ഞങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ. 2 മുജാഹിദിന്റെ ഭാഗത്തു നിന്നും അന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു തൗഹീദ് അല്ല ഈമാൻ എന്ന്. ഒരിക്കൽ പോലും അങ്ങനെ ഒരു ചർച്ച പോലും ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല, ചർച്ച കേട്ടിട്ടില്ല. ഒരിക്കൽ പോലും പ്രബന്ധങ്ങളിലൊന്നും ഉണ്ട്. 2002 ജൂൺ മാസത്തിൽ പുളിക്കലിൽ ചേർന്ന 2 ദിവസത്തെ യോഗത്തിൽ KJUവിന്റെ പ്രതിനിധികളായി 2 ഭാഗത്തും 10 പേർ വീതം പങ്കെടുത്തു, ചർച്ച ചെയ്തു. ഈ വിഷയം പ്രത്യേകം എടുത്തു പറഞ്ഞു. അതിൽ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി. ചെറിയ മുണ്ടമാണ് എഴുതിയെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ സ്വന്തം വക എഴുതിയാണ്, ഞാൻ തിരുത്തുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി രേഖപ്പെടുത്തി ഒപ്പിട്ട് പിരിഞ്ഞു. മാത്രമല്ല, ആ തീരുമാനങ്ങൾ 18 തീരുമാനങ്ങൾ, അന്ന് KJU എടുത്ത 18 തീരുമാനം, ആ 18 തീരുമാനം ബുക്കാക്കി എല്ലാ യൂണിറ്റിലേക്കും അത് വിതരണം ചെയ്തു. നമ്മളൊക്കെ യൂണിറ്റിൽ വന്നു. യൂണിറ്റിൽ യോഗം വിളിച്ച് ഇത് വായിച്ചു കേൾപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തും വായിച്ചു കേൾപ്പിച്ചു. പക്ഷെ ഈ ഒപ്പിട്ട് പിരിഞ്ഞ് 2ാമത്തെ ദിവസമാണ് നീലപുസ്തകം വാങ്ങിയത്. ആ നീലപുസ്തകത്തിൽ KJUവിന്റെ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും ഈ തീരുമാനങ്ങളെയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ആ പുസ്തകം ഇറങ്ങിയത്. എന്നിട്ടും പുറത്താക്കിയില്ല. ആ പുസ്തകം ഇറക്കിയ ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തി വേണ്ട നടപടി സ്വീകരിക്കാൻ ഒരു സമിതി നിശ്ചയിച്ചു. ആ സമിതി അന്വേഷിച്ചു. അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കണ്ടെത്തി. അത് റിപ്പോർട്ട് സമർപ്പിച്ചു. അത് ചർച്ച ചെയ്തു. ഇവർക്ക് വിശദീകരിക്കാനുള്ള സമയം കൊടുത്തു. അതിനകം തെറ്റിദ്ധരുത്തി ന്യായമായ വിശദീകരണമായി വന്നാൽ നടപടി ഒഴിവാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ ധിക്കാരപരമായി പെരുമാറി. അങ്ങനെ 35 ആൾക്കെതിരെ നടപടിയെടുത്തു. ഈ 35 ആൾക്കെതിരെ നടപടിയെടുത്തപ്പോൾ ഈ ടീം ഒന്നാകെ പറഞ്ഞു ഞങ്ങളും പോവാണ്. അങ്ങനെയാണ് ഒന്നിച്ചു പോയത്. 35 ആൾക്കെതിരെ അല്ലാതെ വേറെ ഒരാൾക്കെതിരെയും അന്ന് നടപടി എടുത്തിട്ടില്ല. ബാക്കി നബീൽ പറയും. ഇൻഷാ അല്ലാഹ് നബീലാണ് ആ വിഷയത്തിൽ കുറച്ചുകൂടി നല്ലത്. ഈ 4 പ്രബന്ധം എൻ്റെ കയ്യിലുണ്ട്. ജമിയത്തുൽ ഉലമ. അതായത് അങ്ങനെയാണെങ്കിൽ അന്ന് ISM-നെ പിരിച്ച് ഹുസൈൻ മടവൂർ അന്ന് ISM-ൽ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ISM-നെ പിരിച്ചുവിട്ട് ഒരു അഡ്വോക്ക് കമ്മിറ്റി ഉണ്ടാക്കിയത്? അതിന്റെ കൂടി ഉത്തരം പറഞ്ഞു. അന്ന് ഈ 4 പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. പരസ്പരം ചർച്ച നടന്നു. അതിനുശേഷം തീരുമാനമെടുത്തു. എന്നിട്ട് ഒന്നിച്ച് അതിൻ്റെ മിനുട്സ് തയ്യാറാക്കിയതിനു ശേഷം 3-ാം ദിവസം മിനുട്സിൽ ഒപ്പുവെക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. അതിനുശേഷമാണ് ഇവിടെ പറയപ്പെട്ട ക്ഷുദ്രകൃതി പ്രത്യക്ഷപ്പെടുന്നത്. അത് വിതരണം ചെയ്തത് ISM-ന്റെ സംസ്ഥാന കൗൺസിലിൽ വെച്ചിട്ടാണ്, മർക്കസുദ്ദാവയിലാണ്. എനിക്ക് ആ പുസ്തകം തന്നത് ISM-ന്റെ ബന്ധപ്പെട്ട ഒരാളാണ്. ആ നിലക്ക് അതിനെക്കുറിച്ച് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നടന്നത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇന്നത് നിങ്ങൾ ചെയ്തത് ശരിയല്ല, എന്തെങ്കിലും നിങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ടോ എന്ന് അവരോട് ആവശ്യപ്പെട്ടു. അതിൽ അവർ പറഞ്ഞത് എന്താണ്? അങ്ങനെ ഒരു പുസ്തകം തയ്യാറാക്കിയത് ISM അല്ല, ഞങ്ങൾ അറിയില്ല എന്നാണ്. പിന്നീട് കോട്ടക്കൽ വെച്ച് നടന്ന മുജാഹിദുകളുടെ സമ്മേളനം എന്ന രൂപത്തിലുള്ള ഒരു സമ്മേളനത്തിൽ ഒരു സൊവനീർ ഇറങ്ങി. അതിൽ അസ്ഹർ അലി സാഹിബ് എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ പറയാണ്, നീല പുസ്തകം അതും സംഘടനയും എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങിൽ പിന്നീട് കുറെ കഴിഞ്ഞിട്ട് പറയുന്നു ആ പുസ്തകം ഇറക്കിയത് സംഘടനയിൽ പെട്ട ചില ആളുകൾ മാത്രമായിരുന്നു. അതിൻ്റെ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട്. വിശദമായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് നേരിട്ട് കണ്ട് തന്നെ ബോധ്യപ്പെടാം. ഹുസൈൻ മടവൂരിനെ കേരള നദുവത്തുൽ മുജാഹിദിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഈ പണികളൊക്കെ ചെയ്ത ISM-ന്റെ നേതൃത്വത്തിലുള്ള 35 ആളുകളെ തൽക്കാലം മാറ്റി നിർത്തി തെറ്റ് തിരുത്തി നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള സാവകാശവും കൊടുത്തു. ആ യോഗം തീരുമാനമെടുത്തപ്പോൾ 9 ആളുകൾ, 35 അംഗ കേരള നദുവത്തുൽ മുജാഹിദിന്റെ എക്സിക്യൂട്ടീവിലുള്ള 9 ആളുകൾ അതിന് എതിര് നിന്നു.
അവരെന്ത് ചെയ്തു? നേരെ പോയിട്ട് ഞങ്ങൾ KNM പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് മർക്കസുദ്ദാവയിൽ നിന്ന് KNM ലെറ്റർ പേഡിൽ KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിക്ക് കത്തെഴുതി, നിങ്ങൾ ബാങ്ക് അക്കൗണ്ടും മിനിറ്റ്സ് ബുക്കും സാധനങ്ങളും എല്ലാം ഞങ്ങളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് അവർ സ്വയം സംഘടന പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. നേരത്തെ തന്നെ പൂളപ്പൊയിൽ ബേസ് ചെയ്തുകൊണ്ട് നദ്വത്തുൽ മുജാഹിദീൻ കേരള എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ നടപടികളുമായി മുന്നോട്ട് പോയപ്പോഴാണ് പിന്നീട് നമ്മൾ തിരിച്ചറിയുന്നത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പോഷക ഘടകമല്ല ISM. 2000 തന്നെ ഈ നടപടി എടുക്കുകയും മറുപടി ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറുപടി തന്ന ISM നേതാക്കന്മാർ പറയുന്നു, ISM എന്ന് പറയുന്നത് KNM പോഷക ഘടകമല്ല, ഇത് സ്വതന്ത്രമായ ഒരു എൻറ്റൈറ്റി ഉള്ള എല്ലാ നിലക്കും സ്വതന്ത്രമായ ഒരു സംഘടനയാണ്. രണ്ട് സംഘടനകളും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണെങ്കിലും രണ്ടും രണ്ട് സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ISM നേരത്തെ തന്നെ സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്തു എന്നുള്ള വിവരവും 2002 പുറത്തു വരുന്നത്. അത് 2000 തന്നെ രജിസ്റ്റർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രോസസ് ഒക്കെ നടക്കുന്ന സന്ദർഭത്തിലും ഈ കാര്യങ്ങളൊക്കെ മൂടിവെച്ചു, ISM സ്വതന്ത്രമാക്കി. അവസാനം നദ്വത്തുൽ മുജാഹിദീൻ എന്ന സംഘടന ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയില്ല എന്ന് നേരത്തെ ബോധ്യപ്പെട്ടപ്പോൾ നദ്വത്തുൽ മുജാഹിദീൻ കേരള എന്ന സംഘടന ഉണ്ടാക്കുകയും അതിന്റെ പ്രവർത്തന പരിധി കേരളം മുഴുവനാക്കുകയും ചെയ്തു. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കപ്പെട്ടതാണ്. ഇനിയും നിങ്ങൾക്ക് ആ വിഷയത്തിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം. തുടർന്ന് അങ്ങോട്ട് കണ്ടത് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോ തെറ്റ് തിരുത്തുന്നതിന് പകരം സാധാരണ പറയില്ല ഞാൻ കുത്തി തിന്നു. അങ്ങനെ ഉണ്ടല്ലോ, നിങ്ങള് കാഷ്ടിക്കരുന്ന് എടുത്തുനിന്ന് തിന്നരുത് എന്ന് പറഞ്ഞ കുട്ടിനോട് പറഞ്ഞ് ഞാൻ കുത്തി തിന്നു. അതേപോലെയുള്ള ഒരു രീതിയാണ് കണ്ടത്. അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ഹദീസുകളെ പൂർണ്ണമായും തള്ളി. ഒരാൾ പറഞ്ഞു 60 ഹദീസിനെ തള്ളുന്നു, മൊയ്തീൻ സുല്ലൈമി പറഞ്ഞു 60 അതാ 110 ഉണ്ട്. തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പരിശോധിച്ചു നോക്കിയാൽ പിന്നെ പൂർണ്ണമായ അബദ്ധമാണ്. സിറാത്തിനെ നിഷേധിച്ചു, ദജ്ജാലിനെ നിഷേധിച്ചു. അതേപോലെ തന്നെ ഏത് വിഷയം എടുത്ത് പരിശോധിച്ചു നോക്കി പിന്നെ അതിലൊക്കെ ഒരു നിഷേധാത്മകമായ നിലപാട് ഹദീസുകളിൽ വന്നതിനെ കുറിച്ച് കാണാൻ പറ്റും. ഈ ഒരു അവസ്ഥ ഉണ്ടായപ്പോ മടവൂർ സാഹിബ് തന്നെ സമ്മതിച്ചതാണ്, പ്രശ്നം വെറും സംഘടനാപരമല്ല, ഡിഫറൻസസ് ആർ ഐഡിയോളജിക്കൽ എന്നവര് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഖത്തറിൽ പോയി അദ്ദേഹം കൊടുത്ത നേരിട്ടുള്ള ഇന്റർവ്യൂവിൽ ഇംഗ്ലീഷ് പത്രത്തിൽ വന്നതുമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യം. ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഏതൊരു രൂപത്തിലുള്ള ആദർശ വ്യതിയാനത്തിലേക്കാണ് അവർ നയിച്ചിരുന്നത്, അതേ ഒരു അവസ്ഥ ഇന്ന് നമുക്ക് നിർബാധം കാണാൻ സാധിക്കും. അവർ അന്ന് ഉന്നയിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ചില ആളുകൾ ഏറ്റെടുത്തുന്നുള്ളൂ. സിഹറുണ്ട് എന്നുള്ളത് അന്ധവിശ്വാസമാണ് എന്ന് അവർ പറഞ്ഞു, കണ്ണേറുണ്ട് എന്നുള്ളത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് അന്ധവിശ്വാസമല്ല, അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷയിലുണ്ടല്ലോ സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്നത് മുഅ്തസിലിയാക്കളുടെ പിന്നെ വിശ്വാസമാണെന്ന് സൂറത്തുൽ ഫലക്കിന്റെ വിശദീകരണത്തിൽ അമാനി മൗലവി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അമാനി മൗലവി അന്ധവിശ്വാസം പ്രചരിപ്പിച്ചവരാണോ എന്ന് അന്ന് മുതൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നേ വരെ കൃത്യമായൊരു മറുപടി കിട്ടിയിട്ടില്ല. കണ്ണേറിനെ കുറിച്ച് അമാനി മൗലവി ഇസ്ലാമിക ജീവിതത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിനും ഇതേവരെ കൃത്യമായൊരു മറുപടിയില്ല, ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയല്ലാതെ. അപ്പോഴാണ് അലിമോൽ മദനിയൊക്കെ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ സക്കരിയ മൗലവിക്ക് വാദമുണ്ട് എന്ന ക്ലിപ്പുമായി വന്നത്. അത് 2005 പിന്നെ 2007 അത് ശക്തിപ്പെട്ടു. പിന്നീട് കുറേയും കൂടി കഴിഞ്ഞപ്പോൾ 2012 തൽപര കക്ഷികൾ ഇത് ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നേ വരെ ഈ ഒരു ആരോപണം തെളിയിക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇവിടെ പ്രശ്നം മടവൂർ വിഭാഗത്തിന് മടവൂർ സാഹിബിനെ ആരും പുറത്താക്കിയതല്ല, അയാൾ സ്വയം പുറത്തു പോയിട്ട് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ നേതാക്കന്മാരെ തിരിച്ചിങ്ങോട്ട് പിരിച്ചുവിടുകയാണ് ചെയ്തത് എന്ന് അന്നത്തെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അതിനിങ്ങനെയൊക്കെയുള്ള കൃത്യമായ നടപടികൾ നടന്നിട്ടുണ്ട് എന്നതും വിശദീകരിക്കപ്പെട്ടു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം വളരെയധികം
വൈകിയതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയവുമായി ഇനിയും നേരിട്ട് ചോദ്യകർത്താവിൻ്റെ നാട്ടിലെ പുതിയാപ്പളയും കൂടി ആയതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് സംസാരിക്കാവുന്നതാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യം കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തൗഹീദ് വിട്ട് ജിന്നിനെയോ മലക്കിനെയോ ഏതെങ്കിലും രൂപത്തിലുള്ള സൃഷ്ടികളെയോ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ സുലൈമാൻ അഷ്കറിന്റെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. ഡോക്ടർ സുലൈമാൻ അഷ്കർ എന്ന് പറയുന്ന ആൾ എഴുതിയ പുസ്തകം അവസാനത്തെ 3 ജുസുകളുടെ അർത്ഥം വരുന്ന സൂറത്തുകളുടെ അർത്ഥവും വിശദീകരിക്കുന്ന അൽ അഷറുൽ അവാഹിർ എന്ന് പറയുന്ന പുസ്തകം സക്കരിയ മൗലവിയോ അദ്ദേഹത്തിന്റെ ആളുകളോ ഒന്നല്ല ട്രാൻസ്ലേറ്റ് ചെയ്തത്. ചുരുങ്ങിയ നിലക്ക് മനസ്സിലാക്കേണ്ടത് പിന്നെ സൗദിയിലെ മടവൂർ വിഭാഗത്തിന്റെ ദായിയായ KM ഫൈസി തരിയോട് എന്ന് പറയുന്ന ആളാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരിക്കലും സക്കരിയ മൗലവിയോ ബന്ധപ്പെട്ട ആളല്ല. ആ പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും അതേപോലെയുള്ള മറ്റുള്ള ഭാഷകളിലൊക്കെ ഉണ്ട്. അത് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് KM ഫൈസി തരിയോട് എന്ന് പറയുന്ന മനുഷ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു പ്രോഗ്രാം ഏറ്റവും നല്ല പ്രോഗ്രാമായി സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.